ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ വരാൻ പോണത് ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് ഇത് തമിഴില് ഈ ഒരു 2 ദിവസം മുമ്പ് നടന്നൊരു ഭാഗമാണ്. നല്ലൊരു എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ പറയാന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ദേവി കള്ളം പറഞ്ഞിട്ട്, അതായത് വലിയൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലാണ് പണിയെടുക്കാൻ പോണെന്ന്. അങ്ങനെ എല്ലാ ദിവസവും ആനന്ദാണെങ്കിൽ ആ ഒരു അവിടെ ഒരു വലിയൊരു IT കമ്പനി ഉണ്ട് കേട്ടോ. ആ IT കമ്പനിയിലാണ് ദേവി വർക്ക് ചെയ്യണമെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആനന്ദാണ് എല്ലാ ദിവസവും കമ്പനിയിൽ ദേവിയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണത് സ്കൂട്ടറിൽ. അങ്ങനെ കൊണ്ടേ ആക്കുമ്പോഴേക്കും IT കമ്പനിയുടെ ഫ്രണ്ട് എത്തുമ്പോഴേക്കും ദേവി പറയുന്നുണ്ട്, ഇവിടെ നിർത്തിയാൽ മതി, ഞാൻ അകത്ത് കയറി പോയിക്കോളാം എന്ന് പറയാണ്. അതുപോലെ തന്നെ വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും കമ്പനിയിലെ വർക്ക് തീർന്നു എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ദേവി ഹോട്ടൽ വർക്ക് തീർന്നിട്ട് ആ കമ്പനിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും കേട്ടോ. പാവ ആനന്ദ് അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് തന്റെ ഭാര്യ തിരിച്ചു വരാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ദേവീനെയും പിക്ക് ചെയ്തിട്ട് നേരെ ദേവമംഗലത്തേക്ക് പോകുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഹോട്ടലിൽ ഒരു ദിവസം നമ്മുടെ ആകാശ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ കഴിക്കാൻ വന്ന സമയത്ത് ദേവീനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവിയുടെ ചോദിക്കണ്ടല്ല, ദേവിയുടെ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ദേവി ശേഖരം ഇങ്ങനെ ആകെപ്പാടെ ഷോക്കായി പോകാട്ടോ. ദേവി ആദ്യമൊന്നും മിണ്ടില്ല. പിന്നെ ആകാശ് ചോദിക്കും, അല്ല ദേവിയുടെ എന്താ ഇവിടെ ചോദിക്കുമ്പോ, അതോ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്, ഇവിടെ വരാന്ന് അച്ഛൻ പറഞ്ഞതേ, അപ്പൊ ഒന്ന് കഴിച്ചിട്ട് പോകുന്ന അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് കഴിക്കുന്നതെന്ന്. അപ്പൊ അച്ഛൻ ഒരേ നിർബന്ധം കഴിച്ചിട്ട് പോവാന്ന്. അല്ല എന്നിട്ട് ഉദയഭാനു സാർ എവിടെ? അച്ഛൻ അപ്പുറം വരുന്ന് പോയിരിക്കുക ആണോ? എന്നാ ഞാൻ പോയിക്കോട്ടെ, ദേവിയുടെ കുറച്ച് തിരക്കുണ്ട്. ശരി ആകാശ് എന്ന് പറഞ്ഞിട്ട് ആകാശിനെ പറഞ്ഞു വിടാണ്. അപ്പോഴാണ് ദേവിക്കൊന്ന് സമാധാനം ആവണം കേട്ടോ. അങ്ങനെ പല പല കള്ളത്തരങ്ങളും പറഞ്ഞ് ദേവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാവ ആനന്ദാണെങ്കിൽ ദേവി പണിയെടുത്ത് വന്ന് ക്ഷീണിച്ച് വരികയല്ലേ. വൈകുന്നേരം നമ്മുടെ ദേവിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കലും വീട്ടിലെല്ലാവർക്കും ദേവിന് ഒരു പ്രത്യേക പരിഗണനയാണ് കേട്ടോ. കാരണം മീനാക്ഷി പണിക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര വലിയ പണിയിലും വലിയ ഉദ്യോഗസ്ഥയിലാണ് മീനാക്ഷി നിൽക്കുന്നത്. മിത്രയും അതുപോലെ തന്നെ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം തന്റെ 3 മരുമക്കളും നല്ല വലിയ നിലയിലാണെന്ന് ബാലൻ എല്ലായിടത്തും ഹുങ്ക് പറഞ്ഞിരിക്കുക കേട്ടോ. ദേവിയാണെങ്കിൽ ഇപ്പൊ വലിയൊരു IT കമ്പനി കയറി, നല്ല സാലറിയാണ്. IT കമ്പനി വലിയ IT കമ്പനിയാണ്, ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനിയാണ്, സെക്യൂരിറ്റി ഒക്കെ മുമ്പിലിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയും കേട്ടോ. അങ്ങനെ വലിയ ഹുങ്കൊക്കെ പറഞ്ഞ് ബാലനും ഇരിക്കുകയാണ്. നമ്മുടെ ആനന്ദും അങ്ങനെ തന്നെയാണ്. ഹാവു, ദേവിക്കും ഒരു ജോലിയൊക്കെ ആയല്ലോ. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു ജോലിക്ക് പോവാന്നുള്ളത്, സ്വന്തം കാലിൽ നിൽക്കാന്നുള്ളത്. അതുമായി അങ്ങനെ അമ്മയടുത്ത് പറയണ്ട, അമ്മയുടെ 3 മരുമക്കളും നല്ല നല്ല പൊസിഷനിലാണല്ലോ എന്ന് പറയുമ്പോ ഗോമതി പറയണ്ട, അതേടാ എന്റെ ഭാഗ്യം എന്ന് പറയണം. ഒരു കണക്കിന് പഠിച്ച പെമ്പിള്ളേര് വീട്ടിലെന്തിനാ ഇരിക്കുന്നത്? അവര് ജോലിക്ക് പോണതിന് നല്ലത്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്കണം. അത് കല്യാണത്തിന് മുമ്പാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അവരങ്ങനെ തന്നെയായിരിക്കണം. പെമ്പിള്ളേര് ആമ്പിള്ളേരുടെ കൂടെ തന്നെ നിൽക്കണം, എല്ലാ പൊസിഷനിലും അവരെത്തണം. അത് തന്നെയാ എന്റെ ആഗ്രഹം. അമ്മ ഒരു മോഡേൺ അമ്മയാണല്ലോ എന്ന് ആനന്ദ് പറയുമ്പോഴേക്കും, അത് മോഡേൺ എന്ന ചിന്താഗതി എന്നല്ലടാ, ഇപ്പത്തെ കാലങ്ങൾ നിനക്ക് അറിയാവുന്നതല്ലേ, പെണ്ണുങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം, അത് തന്നെയാ ഏറ്റവും നല്ലത്. അതിന്റെ അർത്ഥം അമ്മ പറയണത് ഞങ്ങള് 3 മക്കളും മരുമക്കളെ ഉപേക്ഷിക്കുമെന്നാണ് അമ്മ പറയണത്. അങ്ങനെയല്ലടാ, അവർക്കൊരു പിടിച്ചു നിപ്പൊക്കെ വേണ്ടേ. പിന്നെ ഇപ്പത്തെ കാലത്ത് 2 പേര് ജോലിക്ക് പോയാൽ മാത്രമേ ഒരു കുടുംബമൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും പിള്ളേരും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നാളൊരു സമയത്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കുട്ടികളുണ്ടാവും. അപ്പൊ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇപ്പോഴും ചെലവൊന്നുമല്ല, നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ കയ്യിൽ വിചാരിക്കുന്ന അത്ര ചെലവിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവര് ജോലിക്കൊക്കെ പോട്ടെ, എനിക്ക് സന്തോഷമായി. ഞാൻ എല്ലാവർക്കും അപ്പുറത്തുള്ളവരൊക്കെ കണ്ണുകടിയാണ്, മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയും ദേവിയൊക്കെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അസൂയാണെന്നൊക്കെ പറയണം. ദേവിമോളുടെ പേരിൽ പ്രത്യേക അർച്ചനയൊക്കെ കഴിപ്പിക്കണം അമ്പലത്തിൽ. എല്ലാവർക്കും ദേവിമോളുടെ കാര്യത്തിൽ അസൂയ, വലിയൊരു കമ്പനിയിലായാലും ജോലിക്ക് പോണത് എന്നൊക്കെ പറയണം. അങ്ങനെ ഒരു ദിവസം ആനന്ദിന് പുറത്ത് ഒരു വർക്കിന് പോകേണ്ട ആവശ്യം വരും. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് ആനന്ദ് വീട്ടില്. പക്ഷെ അപ്പൊ ദേവിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ, ആനന്ദേട്ടനെ 2 ദിവസം കാണാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആനന്ദ് 2 ദിവസം വർക്കിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആനന്ദ് ഒരു കൂട്ടുകാരനുണ്ട്, ആനന്ദും ഉണ്ട്. അപ്പൊ ആ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഭയങ്കര വിശപ്പ്, ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഇനിയും ദൂരമുണ്ട്, പക്ഷെ വിശന്നിട്ട് വയ്യ, നമുക്ക് ഇവിടെ നിന്ന് വലിയ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് കൂട്ടുകാരോട് പറയാണ്. ശരിയെന്ന് കൂട്ടുകാരനും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആനന്ദ് കൈ കഴിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ പോയിരിക്കട്ടോ. അത് വേറൊരു ഹോട്ടലല്ല, നമ്മുടെ ദേവി വർക്ക് ചെയ്യുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ്. ദേവി തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതായത് മുടി വീഴാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവർ വെക്കില്ല, അപ്പൊ അങ്ങനത്തെ കവറൊക്കെ വെച്ചിട്ടാണ് ദേവി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ആനന്ദ് കൈയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വെയിറ്ററിന് എന്താണ് അങ്ങനെ ഫുഡ് പറയാനായിട്ട്. അപ്പൊ നമ്മുടെ ദേവി ആട്ടോ അവിടെ ഫുഡിന്റെ ഓർഡർ എടുക്കാൻ വേണ്ടി ആനന്ദിന്റെ അടുത്തേക്ക് വരുന്നത്. എന്താ സർ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണം നമ്മുടെ ആനന്ദ്, ദേവിയുടെ അതേ സൗണ്ട് ആണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞിങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ആനന്ദ് ഞെട്ടിപ്പോണ്ട്. ദേവി നീയോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അത് ആനന്ദേട്ടാ അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കും. ദേവി നീ തന്നെയാണത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ, ആനന്ദേട്ടാ അത് വേറൊന്നുമല്ല, വേണ്ട നീ ഒന്നും പറയണ്ട, ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി, നീ വീട്ടിലേക്ക് വാട്ടാ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ദേവിക്ക് അങ്ങനെ ആകെ ടെൻഷൻ ആവാട്ടോ. ഈശ്വര എന്ത് ചെയ്യും? അപ്പോഴേക്കും മുതലാളി പറയണ്ട്, അതെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സർ, എനിക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം.
മുതലാളി പറയണ്ട് ഇല്ലില്ല അങ്ങനെ പോകാൻ പറ്റുന്നില്ല, 6 മണിയായിട്ട് പോയാൽ മതി എന്ന് പറയാണ്. നമ്മുടെ ദേവി 6 മണിയാവണ കാത്തിരിക്കാട്ടോ. ആകെ ഭയങ്കര പേടിയാണ് ദേവിക്ക്. ദേവി ഫോണിൽ വിളിക്കുന്നുണ്ട് ആനന്ദിന്റെ. ആനന്ദ് ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആനന്ദ് ആ സമയത്ത് ആർക്കും പറയുന്നില്ല കേട്ടോ. വീട്ടിൽ അങ്ങനെ തന്നെ റൂമിൽ കയറി ഇരിക്കുകയാണ്. ഇവൻ ഇത് എന്ത് പറ്റി എന്ന് ഗോമതിയും അതുപോലെ തന്നെ ബാലനൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ ദേവിയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ വന്ന് വീട്ടിലേക്ക് ഇറങ്ങും കേട്ടോ. ദേവി വീട്ടിൽ നിന്നിട്ട് നേരെ ആനന്ദിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആനന്ദേട്ടെന്ന് പറയുമ്പോ മിണ്ടി പോരുന്നേ, നീ എന്നെ പൊട്ടനാക്കുമായിരുന്നില്ല ഇത്ര നാള്, നീ എന്നെ വലിയൊരു മണ്ടനാക്കുമായിരുന്നില്ലേ, നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിച്ചു വിശ്വസിച്ചു, നിന്നെന്നല്ലേ എല്ലാവരും, അതിനെനിക്ക് തിരിച്ചടികളോട് തിരിച്ചടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറയണം. നീ വലിയ ഏതൊരു കമ്പനി ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ ആ കമ്പനിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ വണ്ടി നിർത്തിപ്പിക്കും. ഞാൻ നിന്നെ കമ്പനിയുടെ ഉള്ളിൽ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ നീ എപ്പോഴും ഗേറ്റിന്റെ അവിടെ ഫ്രണ്ടിൽ കാത്തിരിക്കും. ഇപ്പൊ മനസ്സിലായി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്. ഞാൻ കണ്ടുപിടിക്കാതിരിക്കാൻ നീ കള്ളം പറഞ്ഞതായിരുന്നു. എന്തിനാണ് ദേവി, ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹിമയും അതിനടുത്തുള്ള ഇത് കാര്യങ്ങളും ഉണ്ട്. നീ എന്തിനാ ഇത്ര ഹോട്ടൽ ജോലിക്ക് പോണെങ്കിൽ നിനക്കത് എന്നോടെങ്കിലും പറഞ്ഞൂടെ? അല്ല നിനക്ക് അത്രക്കും എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നീ വലിയ ബിൽഡിങ്ങിൽ നല്ലേ വർക്ക് ചെയ്യണത് എന്ന് ചോദിക്കുമ്പോ ദേവി പെട്ടെന്ന് പൊട്ടിക്കാണ്. ആനന്ദേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ അവിടെ അല്ല വർക്ക് ചെയ്യണത്, ഞാൻ ഹോട്ടലിലാണ് വർക്ക് ചെയ്യണത്, അവിടെ സപ്ലയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത് പറയുമ്പോൾ ആനന്ദിന് ആകെ ഷോക്ക് പോലെ ആവട്ടോ. നീ എൻ്റെ അടുത്ത് ഒരു അക്ഷരം മിണ്ടരുത് ദേവി, തീർന്നു, ഇതോടെ തീർന്നു, ഞാനും നീയും തമ്മിലുള്ള ബന്ധം തീർന്നു. കാരണം ഇത്രയും വലിയ കള്ളത്തരം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇതിനു മുമ്പ് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, എന്താ സത്യം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ദേവി മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ നീ ചെയ്ത കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് മണിയായിട്ട് തുറന്നു പറഞ്ഞു, അതുവരെ ഞാനും നീയും തമ്മിൽ ഒന്നുമില്ല എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ആനന്ദ് അവിടെ വാതിലടച്ചിരിക്കണം. ദേവിനെ പുറത്തേക്ക് ആക്കിയിട്ട് ദേവിക്കാണെങ്കിൽ ആകെ വിഷമമാണ്. ദേവി അടുക്കള ഭാഗത്ത് പോയി കരയാട്ടോ. അപ്പൊ ഗോമതി വരുന്നുണ്ട്. എന്താ മോളെ കാരണം ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. രാത്രി ആകുമ്പോൾ മീനാക്ഷി മിത്രയൊക്കെ വരുന്നുണ്ട്. ദേവി അടുത്ത് മാറി മാറി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ കാര്യം ചോദിക്കുമ്പോൾ ദേവി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ആനന്ദിന് എന്തോ പറ്റി, ഇവര് തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ടുണ്ടെന്ന് ഗോമതി പറയാണ്. ബാലൻ പറയണ്ട് വേറെ ആര് തമ്മിൽ വഴക്കുണ്ടായാലും ഇവര് തമ്മിൽ വഴക്കുണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. സത്യം പറ മോളെ എന്താ കാര്യം? ആനന്ദ് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ ചെയ്യാത്തൊരു സ്വഭാവമാണ് അവൻ. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തോ വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ മോളെ, എന്താ പ്രശ്നം? മോളുടെ ഭാഗത്തുനിന്ന് എന്തോ തെറ്റ് സംഭവിച്ചു എന്ന് ബാലൻ ചോദിക്കുമ്പോ നമ്മുടെ ദേവി അത് പറയാൻ പോകുന്ന ഒരു ഭാഗമായിട്ട് നമ്മൾ കാണാൻ പോണ തമിഴിലെ ആ ഒരു ഭാഗമാണ് എനിക്ക് നമ്മൾ കാണാൻ പോണത്. അപ്പൊ ഈ ഒരു ഭാഗം മലയാളത്തിൽ വരുമ്പോഴേക്കും ഒത്തിരി സമയവും ചിലപ്പോ നേരത്തെ തന്നെ വരുമായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാട്ടോ. ദേവിയുടെ അങ്ങനെ ഓരോരോ കള്ളത്തരം പൊളിഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവിനെ കുറിച്ച് വലിയൊരു സത്യം ആനന്ദ് അറിഞ്ഞ ഭാഗമാണ് ഇപ്പൊ തമിഴിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് പ്രൊമോ എന്ന് പറയണത്. ആനന്ദ് ശരിക്കും പറഞ്ഞാല് കട്ടക്കലിപ്പാട്ട്, ദേവി ഇനി വേണ്ട, ദേവി ഇത്രയും കള്ളം പറഞ്ഞവർ എന്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കടും പിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ആനന്ദ്. ഈ തമിഴിലാനന്ദ് മലയാളത്തിലാനന്ദേക്കാളും ഭയങ്കര പാവമാണ് കേട്ടോ, പഞ്ചപാവമാണ് വെച്ചാല്. അപ്പൊ അത്ര പാവമാണ് ആ പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരുടെ കള്ളം പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. ആ പുള്ളിക്കാരന്റെ ഫീലിങ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പോലെ തോന്നും കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.